നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ LSSന് വരാൻ പോകുന്ന ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ബിയോണ്ട് തൗസൻഡ്സ്, തൗസൻഡ്സ്, പിന്നെ വൺസ് പ്ലേസ്, ടൂസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളെങ്ങനെ അത് ഒരുമിച്ച് വായിക്കാം, എങ്ങനെ അത് എഴുതാം, പിന്നെ പ്ലസ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസൊക്കെയാണ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദർ ഇൻ തൗസൻഡ്സ്, 10,000. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് 10,000? അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയും. നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡിവിഷന് അധികം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല, കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഡിവിഷൻ. അപ്പോൾ നമുക്കത് മെല്ലെ മെല്ലെ നമ്മൾ പഠിച്ചെടുക്കണം. സോ ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ വേയിൽ നമുക്കിപ്പം കൂടുതലും ഇവർ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് സീറോസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ സിമ്പിൾ വേയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ 10,000നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവിഷനാണ് ചെയ്യേണ്ടത്. നമ്മൾ 10,000 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദർ ഇൻ 10,000 എന്ന് ചോദിച്ചത്. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ അടിയിൽ ഒരു വര വരയ്ക്കുക ആൻഡ് 100 എഴുതാം. ഓക്കെ, സിമ്പിളായിട്ട് ഡിവിഷൻ ചെയ്യാനുള്ളൊരു കാര്യമാണ്. നമ്മുടെ സീറോസിലെ ഇവിടെ വരുന്ന സീറോസിനെ കട്ട് ചെയ്യുക. 1, 2, ഇതും കട്ടാവും. ഇനി ഇവിടെ സീറോ ഇല്ല കട്ട് ചെയ്യാൻ, സോ നമ്മൾ കട്ട് ചെയ്യണ്ട. പിന്നെ 1നെ കൊണ്ട് ഏത് നമ്പർ ഡിവൈഡ് ചെയ്താലും മേലുള്ള സെയിം ആൻസറാണ് കിട്ടുക. 1നെ കൊണ്ട് ഏത് നമ്പർ ഡിവൈഡ് ചെയ്താലും മേലുള്ള സെയിം ആൻസറാണ് കിട്ടുക. സോ ആൻസർ എത്രയാണ്? 100. സോ 10,000ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 100 ഹൺഡ്രഡ്സ് ആണുള്ളത്. ഓക്കെ, ഇനി ഇതേമാതിരി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ചോദിക്കുകയാണ് 8,000ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ഡിവൈഡഡ് ബൈ 100. ഇവിടെയുള്ള സീറോ കട്ട് ചെയ്യാം, ഇവിടെ ഒരു സീറോ ഉണ്ട് അതും കട്ട് ചെയ്യാം, ഇവിടെ ഒരു സീറോ ഉണ്ട് അതും കട്ട് ചെയ്യാം. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 80 ഹൺഡ്രഡ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി എത്ര ടെൻസ് ഉണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 800ൽ അല്ലെങ്കിൽ 8,000ൽ തന്നെ എത്ര ടെൻസ് ഉണ്ട് ചോദിച്ചാൽ ഡിവൈഡ് ബൈ എന്ത് എഴുതണം? 10. ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ 100 എഴുതിയത്. എത്ര ടെൻസ് ഉണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ ആകെ ഒരു സീറോയേ ഉള്ളൂ, ആ ഒരു സീറോ നമ്മൾ ക്യാൻസൽ ചെയ്തു. എത്ര ടെൻസ് ഉണ്ട്? 800 ടെൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, അതിലേറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഡിജിറ്റ്, ഫസ്റ്റ് നമ്പർ നോക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെ 9 ആണ്. ഓക്കെ ആണല്ലോ? നോക്ക്, ഇവിടെ 1 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 9 ആണ്. ഈ 4 ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ? 1ഉം 9ഉം 9ഉം ആണുള്ളത്. 1 ആണോ 9 ആണോ? 9 ആണ്. അപ്പം ഈ 2 നമ്പർ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല, അതവിടെ മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഈ 2 നമ്പേഴ്സിൽ ആരാണ് വലുത്? 9 ആണ് വലുതാവുക. 9ലും 9 സെയിം നമ്പറാണ്. ഇനി സെക്കൻഡ് നമ്പർ നോക്കുക, അതും സെയിം ആണ്. തേർഡ് നമ്പർ നോക്കുക, അതും സെയിം ആണ്. നെക്സ്റ്റ് നമ്പർ നോക്ക്, 9ഉം 8ഉം അല്ലേ? 9ഉം 8ഉം ആണ്. 9ലും 8ലും ആരാ വലുത്? 9 ആണ് വലുത്. അപ്പം ഇതാണ് ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ പാറ്റേൺ. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കുറച്ച് പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, അതേമാതിരി ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. സോ നോക്ക്, ഫസ്റ്റത്തെ 2000 ഉണ്ട്, 3,100 ഉണ്ട്, 3,100 ആണ്. 4,200 ഉണ്ട്, 5,300 ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? 6,400 അല്ലേ? ഒന്ന് നോക്കൂ, 2000 ആണ് ഫസ്റ്റ് നമ്പർ. 2000 കഴിഞ്ഞാൽ പിന്നെ 3000ലേക്ക് എത്തി, ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു 100 ആണ് ഒരു കാര്യമായിട്ട് ചെയ്തത്. പിന്നെ 3ന്ന് 4000ലേക്ക് എത്തി, ആൻഡ് 100 പിന്നെ ഒരു 100 ആഡ് ചെയ്തപ്പം 200 വന്നു. അപ്പോൾ 4,200 ആയി. പിന്നെ 5,000ലേക്ക് എത്തി, ആൻഡ് 200 കഴിഞ്ഞ് പിന്നെ 300 എടുത്തു, അപ്പോൾ 5,300 ആയി. അങ്ങനെയാണ് നെക്സ്റ്റ് ആയിരിക്കും 6,400 ആയിരിക്കും. നെക്സ്റ്റോ 7,500 ആയിരിക്കും. ഓക്കെ, ഇനി
അടുത്ത് നോക്കൂ 6500, 6750, 7250. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകും. നമുക്കിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ലേ, മൈനസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ നമ്പർ 675 മൈനസ് 6500. ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 മൈനസ് 0 എന്താണ്? 0 ആണ്. ആൻഡ് 5 മൈനസ് 0 5 ആണ്. 7 മൈനസ് 5 എന്താണ്? 7 ഫിംഗേഴ്സ് എടുക്കുക, 5 മടക്കുക, 2 ആണ്. ഓക്കെ, ആൻഡ് 6 മൈനസ് 6 ഫിംഗേഴ്സ് എടുക്കുക, 6 തന്നെ മടക്കുക, എന്താണ്? 0 ആണ്. അപ്പം ഇവിടെ വരെ എഴുതിയാൽ മതി. ആൻഡ് ആൻസർ ഇസ് 250 പ്ലസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നമ്പേഴ്സൊക്കെ കിട്ടിയത്. നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ലാസ്റ്റ് നമ്പർ, നമുക്ക് ലാസ്റ്റ് തന്ന നമ്പർ 250ൻ്റെ കൂടെ ആരെ പ്ലസ് ചെയ്ത് കൊടുക്കുക? ഈ കിട്ടിയ 250നെ പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ നോക്കൂ? 0 ആൻഡ് 5 പ്ലസ് 5 എന്ന് പറയുന്നത് 10 ആണ്. 10 നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ പറ്റുമോ? ഇല്ല. 10ൻ്റെ രണ്ടാമത്തെ നമ്പറായി 0 എഴുതുക. ആൻഡ് 1നെ നമ്മൾ ക്യാരി ചെയ്യണം. അപ്പം ഇവിടെ കൊടുക്കണം. പിന്നെ 2 പ്ലസ് 2 ഫിംഗേഴ്സ് പ്ലസ് 2 ചെയ്യുമ്പോൾ 4 ആണ്. പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 5 കിട്ടും. ഓക്കെ, പിന്നെ ഈ 7 നമുക്ക് ഡയറക്റ്റ് എഴുതാം. എത്രയാണ് ആൻസർ? 750. അഗെയിൻ നമ്മൾ ഈ ഒരു നമ്പർ 7500ൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? 250 വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. സോ എന്താ ആൻസർ നോക്കൂ? ഫസ്റ്റ് 0 പ്ലസ് 0 0 ആണ്. 0ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും സെയിം നമ്പർ കിട്ടും. സോ 5 ആണ്. പിന്നെ 5ഉം 2 ഉള്ളത് 5 ഫിംഗേഴ്സ് എടുക്കുക, 2 ആഡ് ചെയ്യുക, അപ്പം 7 കിട്ടും. പിന്നെ ഈ ഒരു 7ഉം കൂടി എഴുതാം. ആൻസർ എത്രയാണ്? 775. ഓക്കെ, 775 ആണ്. 775 ആണ് നെക്സ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കൂ. അടുത്ത് നമുക്ക് സിമ്പിൾ വേയിൽ കണ്ടുപിടിക്കാം. 700, പിന്നെ 650, കുറഞ്ഞ് വരാം. ഡിക്രീസിങ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 600, 550 ആണ് പിന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്താ? 400, 350. യെസ്, 400ഉം 350 ആണ് നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ? ഇനി വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് 6483? ഓപ്ഷൻസ് നോക്കാം നമുക്ക് ആദ്യം തന്നെ. നമ്മൾ എഴുതി നോക്കേണ്ട ഓപ്ഷൻസ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എല്ലാ നമ്പേഴ്സും നോക്കും. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ? 6ഉം സ്റ്റാർട്ടിങ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ 8 ആണ്. സോ ഇവരെ രണ്ടാളെയും നമ്മൾ നോക്കണ്ട അല്ലേ? ലാർജസ്റ്റ് നമ്പറായി 8നെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് നമ്പർ 4ഉം ഉണ്ട് 6ഉം ഉണ്ട്. 6 ആണ് ലാർജസ്റ്റ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവനാണ് ലാർജസ്റ്റ്, ഇവനല്ല. ഓക്കെ, അപ്പം ഇവനാണ് ലാർജസ്റ്റ്. 8643 ആണ് നമുക്ക് ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ 200th ഈവൻ നമ്പർ? 200ാമത്തെ ഈവൻ നമ്പർ അല്ലേ? ഇരട്ട സംഖ്യ. 200ാമത്തെ ഇരട്ട സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 200 എടുക്കുക, ഇൻറ്റു 2 ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻറ്റു 2 ചെയ്യണം. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം 0 ഇൻറ്റു ഏത് നമ്പർ ചെയ്താലും നമുക്ക് 0 ആണ് ആൻസർ. 0നെ കൊണ്ട് ഏത് നമ്പർ ഇൻറ്റു ചെയ്താലും 0 ആണ് ആൻസർ കിട്ടുക. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 0നെ കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലിക്കേഷനല്ല, അഡീഷൻ്റെ കേസിൽ 0നെ കൊണ്ട് ഏത് നമ്പർ ആഡ് ചെയ്താലും സെയിം നമ്പറാണ് കിട്ടുക. സബ്ട്രാക്ഷന് മൈനസ് ചെയ്യുമ്പോഴും സെയിം നമ്പറാണ് കിട്ടുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 0നെ കൊണ്ട് ഏത് നമ്പർ ഇൻറ്റു ചെയ്താലും 0 ആണ് കിട്ടുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ നമ്പർ, താഴെയുള്ള നമ്പറില്ലേ, അത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആൻഡ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൂന്നാളായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 0 ഇൻറ്റു 0, 0 ഇൻറ്റു 2 0 ആണ്, പിന്നെ 0 ഇൻറ്റു 2 വീണ്ടും 0 ആണ്, ആൻഡ് 2 ഇൻറ്റു 2 ഇറ്റ്സ് 4. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല തറവാക്കി വെക്കണം. ഓക്കെ, അപ്പം 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ 400 ആയിരിക്കും 200ാമത്തെ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 653 അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്ലേസ് വാല്യൂ, റൈറ്റ്? 653 നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 3 5 6 5 3 1 ആണ്. സോ ഇത് വൺസ് പ്ലേസ് ആണ്, ഇത് ടെൻസ് പ്ലേസ് ആണ്, ഇത് ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്, ഇത് 10,000 ആൻഡ് തൗസൻഡ്സ് പ്ലേസ് അല്ലേ, തൗസൻഡ്സ് പ്ലേസ് ആണ്. തൗസൻഡ്സ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ വായിക്കും? 6531. അപ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ ആദ്യം നിങ്ങൾ വൺസ് ചെയ്താൽ, ടെൻസ് ചെയ്താൽ, ഹൺഡ്രഡ്സ് ചെയ്താൽ, തൗസൻഡ്സ് ചെയ്താന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ കൂട്ടി എഴുതി കൊടുക്കുക. 6531 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് ഫ്രം 765, ഇഫ് വി സബ്ട്രാക്ട് 500 അഗെയിൻ ആൻഡ് അഗെയിൻ, വാട്ട് വുഡ് ബി ദ 7th നമ്പർ? എന്തായിരിക്കും 7th നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 500 ടൈംസ് ഇത് നമ്മൾ മൈനസ് ചെയ്യാനാണ്. നമുക്ക് വേറെ ഒരു വഴിയുമില്ല. അല്ലാതെ നമുക്ക് വഴിയുണ്ട്, ഇക്വേഷൻസൊക്കെ വെച്ച് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ഇതില്ല നമുക്ക്. സോ നമുക്ക് ഈ ഒരു ഇതിൽ മൈനസ് ചെയ്ത് 10 കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? 500നെ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം 5650നെ ഫസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. 500 ആയിട്ട് മൈനസ് ചെയ്യണം. അപ്പം 0 0 ആണ്, പിന്നെ 5 കിട്ടും, 6 എന്ന് 5 മടക്കിയാൽ 1 കിട്ടും, ആൻഡ് ഇവിടെ താഴെ ആരില്ല മൈനസ് 7 നമ്മൾ ഡയറക്റ്റ്ലി ഇറക്കും. 715 അതാണ് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും നമ്മൾ 500നോട് മൈനസ് ചെയ്യാം. അപ്പം 0 കിട്ടും, 5 കിട്ടും. ചെറിയ നമ്പറിനെ വലിയ നമ്പറിനോട് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. ഇവിടെ ബോറോ ചെയ്തു. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? 6 ആക്കണം. 11 മൈനസ് 5 എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് കയ്യിൽ 11 ഫിംഗേഴ്സ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 5 നിന്ന് 11ലേക്ക് എണ്ണി കൊടുക്കുക. 6 7 8 9 10 and 11. അപ്പം 6 എന്ന് എഴുതുക. ആൻഡ് ഇവിടെയും 6. ഓക്കെ, വീണ്ടും അല്ലേ, വീണ്ടും നമ്മൾ 500നോട് മൈനസ് ചെയ്യുക. വീണ്ടും നമ്മൾ 500നോട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 5 1 6 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ 7 ടൈംസ് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആൻസർ 4150 ആൻസർ കിട്ടുക. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. 7 ടൈംസ് 500 മൈനസ് ചെയ്യാം. അപ്പോൾ ആൻസർ 4150 കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം 700 to 900 which have 2 in its ones place. വൺസ് പ്ലേസിൽ 2. ഇപ്പോൾ വൺസ് പ്ലേസ് എവിടെയാണ്? ഇവിടെ അല്ലേ, ഫസ്റ്റ് വരുന്നതാണ് വൺസ് പ്ലേസ്. ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെയാണ് വൺസ്, പിന്നെ ടെൻസ്, പിന്നെ 100,000s ആണല്ലോ. അപ്പം ഇവിടെ ലാസ്റ്റ് വരുന്ന നമ്പർ 2 ആവുന്ന നമ്പേഴ്സ് അല്ലേ, 700ൻ്റെയും 900ൻ്റെയും ഇടയിൽ ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ് 2 ആവുന്നത് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കറിയാം 2 വരുന്നത് 702 ഉണ്ട്, പിന്നെ 712 ഉണ്ട്, 722 ഉണ്ട്, 732 ഉണ്ട്, 742 ഉണ്ട്, 752 ഉണ്ട്, 762, 772, 782, 792 ഉണ്ട്,
പിന്നെ 802 ഉണ്ട്, 812 ഉണ്ട്, 822 ഉണ്ട്, 832 ഉണ്ട്, 842, 852, 862, 872, 882 ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇതുണ്ട് 892 ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ ചെയ്തത്. അപ്പം ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു 4 ആൾക്കാർ നിങ്ങൾ നന്നായിട്ടൊന്ന് കാര്യമായിട്ടിരുന്ന് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ ആണല്ലോ? താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും കേട്ടോ.